ആറ്റുകാൽ പൊങ്കാല. പൊങ്കാല മഹോത്സവത്തിൻ്റെ 3-ാം നാൾ എത്തുകയാണ്. 3-ാം നാളിൻ്റെ തോറ്റം പാട്ടിൽ മാലപ്പുറം പാട്ടുകൾ പ്രകീർത്തിക്കപ്പെടുമ്പോൾ മാലപ്പുറം പാട്ട് എന്നത് ദേവിയുടെ കല്യാണ വിശേഷമാണ് പറയുന്നത്. ഭഗവതി പാലകനെ വിവാഹം കഴിക്കുകയാണ്. ഭദ്രകാളിയായ ദേവി പാലകനെ വിവാഹം കഴിക്കുന്ന നാൾ. ഭദ്രകാളിപ്പാട്ടിന് ചിലപ്പതികാരത്തിൻ്റെ ചില സ്വാധീനങ്ങൾ കേൾക്കുമ്പോൾ കണ്ണകി കോവലനെ വിവാഹം ചെയ്ത നാൾ എന്നും നമുക്ക് പറയാം. ഏതായാലും മാലപ്പുറം പാട്ടിൽ ആ വിവാഹത്തെ വർണ്ണിക്കുന്നത് വിശേഷമായിട്ടാണ്. എല്ലാ തരത്തിലും ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്ന ആ മാലയിടൽ ചടങ്ങിന് തയ്യാറാകുന്ന പെൺകുട്ടിയെക്കുറിച്ചാണ് പറയുക. ഈ പെൺകുട്ടി എവിടെ നിന്ന് വന്നു എന്നല്ലേ മാലപ്പുറം പാട്ടിൽ പറയുന്നത്. അല്ലെങ്കിൽ ഭദ്രകാളിപ്പാട്ടിൻ്റെ ചില വിശേഷം പല കാലങ്ങളിൽ പല തരത്തിലാണ് ഭദ്രകാളിപ്പാട്ട് പാടി വന്നിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു ഇതാരും എഴുതി വെച്ച് പഠിക്കാറില്ല എന്ന്. ഇന്ന് നമുക്ക് പല ഭദ്രകാളി പാട്ടിൻ്റെ അല്ലെങ്കിൽ തോറ്റംപാട്ടിൻ്റെ വരികൾ പലയിടത്തും കാണാനും കേൾക്കാനും സാധിക്കുന്നുണ്ടെങ്കിലും പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ഇത് ആരും എഴുതി പഠിക്കാറുണ്ടായിരുന്നില്ല. കേട്ട് മാത്രമേ പഠിക്കുള്ളൂ. എഴുതി പഠിച്ചാൽ ദോഷം വരുമെന്ന് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ കാലത്തും പാടി വരുമ്പോൾ പണ്ട് ചില ക്ഷേത്രങ്ങളിലൊക്കെ 3 ദിവസം ഉണ്ടാവുള്ളൂ തോറ്റംപാട്ട്. ചിലയിടങ്ങളിൽ 5 ദിവസം, ചിലയിടങ്ങളിൽ 7 ദിവസം, മറ്റു ചിലയിടങ്ങളിൽ 9, 21, 41 അങ്ങനെ 41 ദിവസം തോറ്റം പാടുമ്പോൾ അത് വിശദമായിട്ട് അതിൻ്റെ ഉപകഥകളൊക്കെ പാടി വിശദമായിട്ടായിരുന്നു പാടിയിരുന്നത്. പക്ഷേ ഓരോ ക്ഷേത്രങ്ങളുടെയും ഉത്സവ നാളുകൾക്കനുസരിച്ച് തോറ്റം പാട്ടിൻ്റെ കഥ ആ ദിവസങ്ങൾക്കനുസരിച്ച് ചുരുക്കി അവതരിപ്പിക്കുമ്പോൾ പല ഭാഗങ്ങളും ചിലപ്പോൾ വിശദീകരിക്കുകയോ വിപുലീകരിക്കുകയോ ചിലയിടത്തൊക്കെ ചില കഥകൾ വിട്ടുപോവുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഭദ്രകാളിപ്പാട്ടിൽ നമ്മൾ വിശേഷമായിട്ട് പറയുന്നത് ഭദ്രകാളി മഹാദേവൻ്റെ മകളായി തന്നെയാണ്. കൈലാസത്തിൽ തൻ്റെ പുത്രി ഇരിക്കുന്ന സമയത്ത് തെക്കും കൊല്ലം രാജാവിന് മക്കളില്ലാതെ വിഷമിച്ച വടക്കും കൊല്ലത്തെ രാജാവായ നാരായണന് തൻ്റെ മകളെ തന്നെ മകളായി നൽകുകയാണ് മഹാദേവനെന്നാണ്. കൈലാസത്തിലേക്ക് വിളിച്ചു വരുത്തി പറയാണ്, 5 തല്ലോ നൽവയസ്സൻ നന്മകൾക്ക് ഇപ്പോൾ കൊണ്ടുപോവുക 7 വയസ്സാകുമ്പോൾ വടക്കും കൊല്ലത്തെ ഉണ്ണിപാലകന് മാല കെട്ടിക്കൊടുക്കുക എന്നും പറയാണ്. 5 വയസ്സുള്ളപ്പോഴാണ് ഭദ്രകാളിയെ മകളായി രാജാവിന് നൽകുന്നത് എന്നാണ്. ആ രാജാവ് പിന്നീട് 7 വയസ്സിൽ പാലകനുമായുള്ള വിവാഹം നടത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് മാലപ്പുറം പാട്ട് പലയിടത്തും പല രീതിയിൽ കേൾക്കുവാനാകുന്നത്. പല ഇടങ്ങളിലും പലതരത്തിലുള്ള ഐതിഹ്യങ്ങളാണ് പറഞ്ഞു കേൾക്കുന്നത്. എങ്കിലും നമ്മളൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനാകുന്ന പ്രധാനമായ കാര്യം പരമാത്മ ചൈതന്യത്തിൻ്റെ മൂർത്തിമത് സ്വരൂപമായ മഹാദേവനെങ്കിൽ നിന്ന് ഉത്ഭവിച്ചു വന്ന ജ്ഞാനസ്വരൂപമൂർത്തിയായ ഭഗവതി ഭദ്രകാളി ജനിച്ചു വീണ പ്രായം മുതൽ തന്നെ അസുര നിഗ്രഹങ്ങൾ നടത്തുകയാണ്, ദാരിക നിഗ്രഹം നടത്തുകയാണ്. ഈ നിഗ്രഹങ്ങൾക്കെല്ലാം ശേഷം ഒരു കല്യാണ ഭാവം ഭഗവതിയിലേക്ക് വരും. എല്ലാ അസുര നിഗ്രഹത്തിന് ശേഷവും സംഭവിക്കുന്ന മംഗളഭാവം. ആ മംഗളഭാവത്തിലാണ് ഇവിടെ മാലപ്പുറം പാട്ട് ഉണ്ടാകുന്നത്. അവിടെയാണ് കല്യാണം സംഭവിക്കുന്നത്. ഈ കല്യാണത്തിന് ഓരോരുത്തരും ഭഗവതിക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഭഗവതിക്ക് നൽകുന്ന സമ്മാനങ്ങൾ, ഭഗവതി അണിയിച്ചൊരുക്കുന്നത്, ഇതൊക്കെ മാലപ്പുറം പാട്ടിൻ്റെ വിശേഷമാണ്. ശരിക്കും പറഞ്ഞാൽ മാലപ്പുറം പാട്ട് പാടുന്ന അന്ന് ഭഗവതിയെ ദർശിക്കണമെന്നാണ്. അതായത് ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും ഒക്കെ മാലപ്പുറം പാട്ടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഭഗവതി, അതായത് വധൂഭാവത്തിലാണ് ഭഗവതി ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ഒരു ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങിയാൽ അത് 9 ദിവസത്തെ ഉത്സവമാണെങ്കിൽ 3-ാം ദിവസവും 4-ാം ദിവസവും ഭഗവതിയെ ദർശിക്കുന്ന വിശേഷമായിട്ട് കരുതാറുള്ളത്. അത് മാത്രമല്ല 3ഉം 4ഉം ദർശിക്കുന്ന വിശേഷം. അതുപോലെ തന്നെ എത്ര ദിവസം തോറ്റം പാടുന്നു എന്നുള്ളതിനനുസരിച്ച് എന്നാണോ മാലപ്പുറം പാട്ട് പാടുന്നത് ആ പാട്ട് പാടുന്ന ദിവസവും അടുത്ത ദിവസവും വിശേഷാൽ ദർശനങ്ങൾ. പണ്ടുകാലം മുതലേ അതൊരു ശീലമാണ്. അപ്പോൾ ഈ ഗ്രാമവാസികൾക്കൊക്കെ അറിയാം മാലപ്പുറം പാട്ട് പാടുന്നു എന്നറിഞ്ഞാൽ അന്ന് ദേവിയെ തൊഴണം എന്നാണ്. ഭഗവതി ആ വധുവിൻ്റെ ഭാവത്തിൽ എല്ലാ ഐശ്വര്യങ്ങളോടും കൂടി എല്ലാ ദേവതമാരും ഓരോരോ സമ്മാനങ്ങൾ ഭഗവതിക്ക് നൽകിയതാണ്. ആ സമ്മാനങ്ങളെല്ലാം അണിഞ്ഞുകൊണ്ടാണ് ഭഗവതി നിൽക്കുന്നതെന്നാണ്. നമ്മൾ ദേവി മഹാത്മ്യത്തിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഭഗവതിക്ക് ഇത്തരം ആഭരണങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങൾ നൽകുന്ന ദേവതകളെല്ലാം നൽകുന്ന ദാരിക നിഗ്രഹത്തിൻ്റെ സമയത്താണ്. ദാരിക നിഗ്രഹ സമയത്ത് ഭഗവതിക്ക് എല്ലാവരും സൂര്യചന്ദ്രന്മാരും സകല ദേവന്മാരും അവരവരുടെ ഓരോരോ ശക്തി ഭഗവതിക്ക് നൽകുന്നതായി പറയുന്നുണ്ട്. ഇവിടെയും നമുക്ക് ഈ മാലപ്പുറം പാട്ടിലേക്ക് വരുമ്പോഴും കല്യാണ സമയത്ത് സർവ്വ ഐശ്വര്യങ്ങളുമായി നിൽക്കുന്ന ഭഗവതിക്കും തന്നിലെ ഓരോരോ ശക്തി ഓരോരോ ദേവതകളായി നൽകുന്നതായി തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ദിവസം ഭഗവതിയെ ദർശിക്കുമ്പോൾ ഭഗവതി എല്ലാ മൂർത്തികളുടെയും സ്വരൂപം, എല്ലാ മൂർത്തികളുടെയും നന്മയെ സ്വീകരിച്ചിട്ടാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ വ്രതമെടുക്കുന്ന സ്ത്രീകൾ, അമ്മമാർ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ തൊട്ടടുത്തൊരു ഭഗവതി ക്ഷേത്രമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവതി ദർശനം നടത്താം ഇന്നും നാളെയും. അതല്ല എങ്കിൽ മറ്റൊരു ദേശത്താണ് നമുക്ക് ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കില്ല എങ്കിൽ ഒന്ന് കണ്ണടച്ചാൽ ഒരു ദീർഘനിശ്വാസത്തിൽ നമുക്ക് ഭഗവതിയെ ഒന്ന് ദർശിക്കുവാനായി എല്ലാ സാന്നിധ്യങ്ങളും കൂടി നിൽക്കുന്ന, എല്ലാ ചൈതന്യങ്ങളോടും കൂടി നിൽക്കുന്ന 33 ദേവതാ സങ്കല്പങ്ങളുടെയും ആ ചൈതന്യത്തെ, ശക്തി സ്വരൂപത്തെ സ്വീകരിച്ചു നിൽക്കുന്ന ഭഗവതിയെ നമുക്ക് കാണാനാകും.
ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഐതിഹ്യങ്ങൾ പറയുന്നത്. ഇന്നലെയും മിനിയാന്നും നമ്മൾ പറഞ്ഞ വീഡിയോകളിൽ പലരും സംശയം ചോദിച്ചിരുന്നു. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടലക്ഷ്മിമാർക്ക് സാന്നിധ്യമില്ലല്ലോ, അവിടെ സപ്തമാതൃക്കളാണല്ലോ ഇരിക്കുന്നത്, ഭഗവതിയും കൂടെ ചേരുമ്പോഴല്ലേ അവിടെ അഷ്ടശക്തികളാകുന്നുള്ളൂ, പിന്നെ എന്തുകൊണ്ടാണ് ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട വിവരണത്തിൽ അഷ്ടലക്ഷ്മിമാരുടെ വരവിനെക്കുറിച്ച് പറഞ്ഞാണ്? ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ വിഗ്രഹ മഹാത്മ്യവും അവിടുത്തെ ഉപദേവതാ മൂർത്തികളുമൊക്കെ വിശേഷമായ സാന്നിധ്യത്തോടു കൂടി നമുക്ക് പറയേണ്ടത് തന്നെയാണ്. അത് വരും ദിവസങ്ങളിൽ നമ്മൾ പറയുന്നുണ്ടാകും എന്താണ് അവിടുത്തെ ചൈതന്യം, സാന്നിധ്യം എന്നുള്ളതൊക്കെ. എന്നാൽ നമ്മളിപ്പോൾ പറഞ്ഞത് പച്ചപ്പന്തലിൽ കുടിയിരുത്തിക്കൊണ്ട്, കാപ്പ് കെട്ടി കുടിയിരുത്തിക്കൊണ്ട് പാടാൻ ആരംഭിച്ച്, തോറ്റം പാട്ടിലൂടെ പാടാൻ ആരംഭിച്ച് അവിടെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ആവാഹിച്ചു കൊണ്ടുവന്ന ഭഗവതിയെക്കുറിച്ചാണ്. ആ ഭഗവതിയാണ് 64 യോഗിനി ശക്തികളോടുകൂടി, അല്ലെങ്കിൽ നമ്മളിലെ തന്നെ 64 ശക്തി സ്വരൂപങ്ങളോടുകൂടി എഴുന്നള്ളി വരുന്നത്. ആ എഴുന്നള്ളി വന്ന ഭഗവതിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്, ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളെക്കുറിച്ചല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സംശയം മനസ്സിൽ സൂക്ഷിക്കേണ്ട. അഷ്ടലക്ഷ്മിമാരും അവരുടെ അഷ്ടശക്തികളും ഒരുമിച്ച് തന്നെയാണ് ഭഗവതിയുടെ വരവ്. അതായത് എല്ലാ തരത്തിലുമുള്ള ശക്തി, പരമമായ ശക്തി അഥവാ പരാശക്തിയായിട്ട് തന്നെയാണ് ഭഗവതിയുടെ വരവെന്ന് മനസ്സിലാക്കാം. ആ ഭഗവതി ഇന്ന് മാലപ്പുറം പാട്ടിലൂടെ വധുവായി നിൽക്കുമ്പോൾ എന്നെ തന്നെ തോറ്റുവാനല്ലോ ദേവകന്യയായി നീ വരുന്നു എന്ന് ഭദ്രകാളി പാട്ടിൽ പാടാറുണ്ട്. എന്നെ തന്നെ തോറ്റുവാൻ നമ്മൾ പറഞ്ഞു, തിരിച്ചു പിടിക്കുക. ഓരോ ദിവസവും തോറ്റം പാട്ട് എന്ന വാക്ക് പറയുന്നതിനോടൊപ്പം തോറ്റുക എന്ന വാക്കുകൂടി മനസ്സിൽ വിചാരിക്കുക. അത് തിരിച്ചു പിടിക്കലാണ്, അല്ലെങ്കിൽ പുനർജീവിപ്പിക്കലാണ്. എന്നെ തന്നെ തോറ്റുവാനല്ലോ നല്ല കന്യയായ നിന്റെ വരവ്, അല്ലെങ്കിൽ ദേവകന്യയായ നിന്റെ വരവ് എന്ന് ഭഗവതിയോട് പാടുമ്പോൾ ആ പാടിയിരുന്നവർ തിരിച്ചറിഞ്ഞിരുന്നു അല്ലേ, അവരവരെ തന്നെ തോറ്റുവാൻ, അവരവരെ തന്നെ തിരിച്ചു പിടിക്കുവാൻ, അവരവരെ തന്നെ പുനരുജ്ജീവിപ്പിക്കുവാനുള്ള ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു അവസരമാണ് ഈ വരുന്നതെന്ന്. അപ്പോൾ ഓരോ തവണയും നമ്മൾ നമ്മുടെ ശക്തിയെ തിരിച്ചു പിടിക്കേണ്ടതുണ്ടോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് നിത്യവും നമ്മൾ ദീപം തെളിയിച്ചു വയ്ക്കുന്നത്, എന്നും നമ്മൾ ദീപം തെളിയിക്കുന്നത്, അല്ലെങ്കിൽ നിരന്തരമായി നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം നിരന്തരമായി ചെയ്തുകൊണ്ടേയിരിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മളൊരു കോൺസ്റ്റൻറ്റ് എഫേർട്ട് ഇടുമ്പോഴാണ് അതൊരു തപസ്സായി മാറുന്നത്, അല്ലെങ്കിൽ നിരന്തരമായൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതൊരു തപസ് എന്ന ഭാവത്തിലേക്ക് എത്തുന്നത്. ഈ തപസ് നമ്മളിൽ നിന്നുണ്ടാകണം. അഥവാ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വ്യഥകളിൽ, നമുക്ക് വന്നുപെടുന്ന സംഘർഷങ്ങളിലൊക്കെ പകച്ചു നമ്മളിതിനൊക്കെ മറന്നു പോകുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈ എഫേർട്ട് ഇടാൻ ഒരു പ്രയത്നം സംഭവിക്കാൻ മറന്നു പോകുന്നുണ്ട് എങ്കിൽ അതിനെ ഓർമ്മപ്പെടുത്തുവാനാണ് പൊൻകാലം അഥവാ പൊങ്കാലയുടെ നാളുകളുള്ളത്. അതുകൊണ്ട് തന്നെ ആറ്റുകാൽ പൊങ്കാല എന്നല്ല, ഏത് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവമാണെങ്കിലും വെറും കുറച്ച് നാളുകളുടെ ആഘോഷമോ ആരവമോ അല്ല അത് തിരിച്ചു പിടിക്കലാണ്. ശക്തിയെ തിരിച്ചു പിടിക്കുക തന്നെ വേണം. നമ്മുടെ ഉള്ളിലെ ആ ശക്തിയെ നമ്മൾ ഓർക്കുവാനായിട്ട് പറയില്ലേ ഹനുമാന്റെ കാര്യം, ഹനുമാനിൽ വലിയ ശക്തിയുണ്ട്, പക്ഷേ ആരെങ്കിലും ഒന്ന് പറഞ്ഞാലേ ഓർക്കുള്ളൂ എന്ന്. അതുപോലെ ആ പറഞ്ഞു തരലാണ്, നമ്മളിലെ ശക്തിയെ പറഞ്ഞു തരലാണ്, നമ്മളിലെ ശക്തിയെ ഉണർത്തിയെടുക്കലാണ് പൊൻകാലത്തിൻ്റെ കാലം, അല്ലെങ്കിൽ പൊങ്കാലയുടെ വരവ്. എന്നിലെ ശക്തിയെ തോറ്റുവാൻ, അല്ലെങ്കിൽ എന്നെ തന്നെ തോറ്റുവാനല്ലോ നല്ല കന്യയെ നിന്റെ വരവ് എന്ന് പറയുമ്പോൾ കന്യകയായ ഭാവത്തിൽ, കൈലാസത്തിൽ നിന്ന് 5 വയസ്സുള്ള പെൺകുട്ടിയായി ബാലയായി വന്ന ഭാവത്തിൽ ആറ്റുകാൽ അമ്മച്ചി നമ്മൾക്ക് പറഞ്ഞു തരികയാണ്, അല്ലെങ്കിൽ ആറ്റുകാൽ അമ്മ നമുക്ക് പറഞ്ഞു തരികയാണ്, നിന്നെ തന്നെ നീ തിരിച്ചു പിടിക്കൂ, ഞാനിതാ വരുന്നു എന്ന്. മലപ്പുറം പാട്ട് പാടുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇന്ന് നമ്മൾ ഭഗവതിയെ സങ്കല്പിക്കേണ്ടത് സർവാഭരണ വിഭൂഷിതയായിട്ട്, സകല ശക്തി സ്വരൂപിണിയായിട്ടും, എല്ലാ ഈശ്വരമൂർത്തികളുടെയും ചൈതന്യ സ്വരൂപമായിട്ടുമാണ്. നമ്മൾ ആ സങ്കല്പത്തിലേക്ക് വരുമ്പോൾ ആദ്യം ഗണപതിയെ സ്തുതിക്കണം, അതുപോലെ തന്നെ സുബ്രഹ്മണ്യനെ ഭജിക്കണം, പിന്നെയാണ് ഭഗവതിയിലേക്ക് വരുന്നത്. അവിടേക്ക് നമ്മൾ മാതാപിത ഗുരുവന്ദനങ്ങൾ നടത്തിയിട്ട് നമ്മുടെ പരദേവതയെ സങ്കല്പിച്ച് വേണം ഭഗവതിയെ സങ്കല്പിക്കാൻ. എപ്പോഴും നമ്മൾ ഒരു വ്രതം എടുക്കുമ്പോഴായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു നല്ല ചിന്തയിലേക്ക് വരുമ്പോഴായിക്കൊള്ളട്ടെ, നല്ല സങ്കല്പത്തിലേക്ക് വരുമ്പോഴായിക്കോട്ടെ, ധ്യാനത്തിലേക്ക് വരുമ്പോഴായിക്കോട്ടെ, ആദ്യം നമ്മൾ ദീപം തെളിയിച്ച് നമ്മളെ തയ്യാറാക്കി ഗണപതിക്ക് പ്രാർത്ഥന ചൊല്ലി, അതുപോലെ തന്നെ ഗണപതി സങ്കല്പം എന്നുള്ളത് നമ്മുടെ ശ്രേഷ്ഠമായ ജ്ഞാനസ്വരൂപമാണെന്നറിഞ്ഞ് അവിടെ നിന്ന് നേരെ ഷൺമുഖനിലേക്ക് ജപം നടത്തി അവിടെ നിന്ന് ഭഗവതിയെങ്കിലേക്ക് വന്ന് പിന്നെ മാതാവിനെയും പിതാവിനെയും വന്ദിക്കണം. കാരണം ഈ ജന്മം എന്ന് പറയുന്നത് അവർ നൽകുന്ന അനുഗ്രഹമാണ്. അവരെ വന്ദിച്ച് സകല ഗുരുക്കന്മാരെയും വന്ദിച്ചാണ് ദൈവസങ്കല്പത്തിലേക്ക് എത്തേണ്ടത്. നമ്മുടെ പരദേവത, അല്ലെങ്കിൽ നമ്മുടെ ദേശദേവത, നമ്മുടെ കുലദേവത, ഈ ദേവതാവന്ദനവും കഴിഞ്ഞിട്ട് വേണം നമ്മൾ പരാശക്തി പൊരുളായ ഏത് ദേവിയാണോ നമ്മൾ ഉപാസിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ദേവനെയാണോ നമ്മൾ ഉപാസിക്കുന്നത്, ഏത് ഈശ്വരമൂർത്തിയാണോ ഉപാസിക്കുന്നത്, അതിലേക്ക് എത്തേണ്ടത്. അതിനും അപ്പുറത്ത് നിൽക്കുന്ന പരബ്രഹ്മസ്വരൂപത്തെ അറിയുവാൻ ഈ വഴികളെല്ലാം നമുക്ക് ആവശ്യമാണ് എന്നർത്ഥം. അപ്പോൾ മാലപ്പുറം പാട്ടിൽ നമ്മൾ മാലപ്പുറം പാട്ട് പാടുന്ന ദിവസം ഭഗവതിയെ വധുവായി സങ്കല്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭഗവതിയുടെ കല്യാണ ഭാവത്തെ നമ്മൾ അറിയുമ്പോൾ, അവിടെ പാലകനുമായി ചേർന്ന് നിൽക്കുന്ന ഭഗവതി, ശിവനും പാർവതിയുമായ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ നിൽക്കുന്ന ഭഗവതിയെ അറിയുമ്പോൾ, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിലനിൽപ്പിന് തുല്യമായി നിൽക്കുന്ന ആ പുരുഷ ശക്തിയെയും
പ്രപഞ്ചശക്തിയുമാണ് നമ്മൾ അറിയുന്നത്. പരംപുരുഷനെയും മൂലപ്രകൃതിയെയുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മാലപ്പുറം പാട്ടിൻ്റെ നാൾ. അപ്പോൾ ഇന്ന് സവിശേഷമായ ആ 2 എന്ന ഭാവങ്ങളിൽ നിന്നിട്ട് ആണ് പെണ്ണ് എന്നുള്ള ഭാവങ്ങളെല്ലാം വിട്ടിട്ട് 2ഉം ഒന്ന് ചേരുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു സങ്കല്പത്തിൽ. എന്നാൽ ഭഗവതിയാകട്ടെ നമ്മൾ ഏറ്റവും സൗന്ദര്യവതിയായ ഭാവത്തിൽ സർവാലങ്കാര വിഭൂഷിതയായ രൂപത്തിൽ നമുക്ക് ദർശിക്കാം. എങ്ങനെ? നമ്മുടെ ഈ സങ്കല്പങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ പരദേവതയെ വരെ പ്രാർത്ഥിച്ചതിന് ശേഷം ഭഗവതി രൂപത്തെ സങ്കല്പിച്ചുകൊണ്ട് ഈ ദിവസത്തെ നമ്മുടെ വ്രതം ആരംഭിക്കുക, സമർപ്പിക്കുക. അങ്ങനെയാണ് വേണ്ടത്. എന്നെ തന്നെ തോറ്റുവാൻ, എനിക്ക് എന്നെ തന്നെ തോറ്റണം, എനിക്ക് എന്നെ തന്നെ പുനർജീവിപ്പിക്കണം, എനിക്ക് എന്നെ തന്നെ തിരിച്ചു പിടിക്കണം. ഈ മാലപ്പുറം പാട്ട് ക്ഷേത്രങ്ങളിൽ വഴിപാടായിട്ട് പാടുന്ന സമയത്ത് പച്ചപ്പന്തലിൽ ഭഗവതിയെ കുടിയിരുത്തി കാപ്പുകെട്ടി കുടിയിരുത്തി പാടുന്ന സമയത്ത് മാലപ്പുറം പാട്ട് പാടിയാൽ അപ്പോൾ തന്നെ അന്ന് കാലത്ത് മുതൽ രാജാക്കന്മാർ, ക്ഷേത്ര പൂജാരി, ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊരു കുടുംബമുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ പ്രധാനികൾ എല്ലാവരും വന്ന് കാഴ്ചദ്രവ്യങ്ങൾ പാടുന്നവർക്ക് മുന്നിൽ വെക്കണമെന്നാണ്. ഈ തോറ്റംപാട്ട്, ഭദ്രകാളിപ്പാട്ട് 2 തരത്തിലുണ്ടല്ലോ. അതായത് ഒന്ന് കളമെഴുത്തും പാട്ടും, അപ്പോഴും ഭദ്രകാളിപ്പാട്ട് തന്നെയാണ് പാടുന്നത്. എന്നാൽ കുഴിമണി വെച്ച് 3 പേർ പാടുമ്പോഴാണ് ഇത് തോറ്റംപാട്ട്. നമ്മുടെ പച്ചപ്പന്തലിലിരുന്ന് 3 പേർ, ഒരാൾ ആദ്യം പാടുന്നു, 2 പേർ ഏറ്റുപാടുന്നു. ഈ ആദ്യം പാടുന്നയാൾ 1-ാം പുറമെന്നും ഏറ്റുപാടുന്നവരിൽ ഒരാൾ 2-ാം പുറമെന്നും 3-ാം പുറമെന്നും, 3-ാമത്തെ ആൾ 3-ാം പുറമെന്നും അറിയപ്പെടും. ഇവർ 3 പേരും പാടുന്ന പാട്ട് മാലപ്പുറം എന്ന ഭാഗത്തിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ കല്യാണ വിശേഷത്തിലേക്ക് എത്തുമ്പോൾ ഇതുപോലെ രാജാവ്, നാട്ടുപ്രമാണി, ക്ഷേത്രമേൽശാന്തി, ഭക്തർ, അതുപോലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുടുംബക്കാർ, ഊരായ്മക്കാർ ഇവരെല്ലാം വന്ന് കാഴ്ച ദ്രവ്യങ്ങൾ വെക്കണമെന്നാണ്, സമ്മാനങ്ങൾ സമർപ്പിക്കണമെന്നാണ്. അപ്പോൾ ഇന്ന് മനസ്സിൽ നമ്മൾ ഭഗവതിയെ വിചാരിക്കുമ്പോൾ ഈ ഐശ്വര്യം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു. കല്യാണം എന്ന വാക്കിന് മംഗളം, സർവ്വതും മംഗളമാക്കുന്ന എന്നുള്ള അർത്ഥമല്ലേ. അപ്പോൾ ആ മംഗളസ്വരൂപത്തിൽ ഭഗവതിയെ കണ്ടുകൊണ്ട് നമ്മളെ തന്നെ കാഴ്ചദ്രവ്യമായി സമർപ്പിക്കുക. നമ്മളെ തന്നെ ഭഗവതിക്കൊരു സമ്മാനം നൽകുക. ഭഗവതിക്ക് നൽകാനാകുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താണ്? നമ്മൾ തന്നെയാണ്. ശുദ്ധമായ ചിന്തയോടുകൂടി സംശയമേതുമില്ലാതെ തെളിഞ്ഞു നിൽക്കുന്ന നമ്മളെ തന്നെയാണ് നമ്മൾ ഭഗവതിക്ക് സമർപ്പിക്കേണ്ടത്. അപ്പോൾ എന്നെ തന്നെ തോറ്റുവാനുള്ള ആ ദേവകന്യകയുടെ വരവിന് നമുക്ക് ഇന്നത്തെ ദിവസം ആ തോറ്റംപാട്ടിൻ്റെ മാലപ്പുറം എന്ന ഘട്ടത്തിലേക്ക് എത്തുന്ന ദിവസം കല്യാണ സ്വരൂപത്തിൽ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥനാ ഭരിതമായ ഒരു പൊങ്കാലക്കാലം, ഒരു പൊൻകാലത്തെ നമുക്ക് ഈ ദിവസവും സ്വീകരിക്കാം. Mochita's Moksha, Journey to the Self.